how to create an account, deposit, and start earning on Cresco GFX. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രെസ്കോ എഫ്എക്സിൽ നമുക്ക് പുതിയൊരു ഐഡിയ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതിൽ ജസ്റ്റ് നമുക്ക് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്നും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ആരാണോ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്തത് അതിൽ രജിസ്റ്റർ നമുക്ക് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്രെസ്കോ എഫ്എക്സിൻ്റെ ഒരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ റെഫർ ചെയ്ത ആളുടെ യൂസർ നെയിം അവിടെ കാണിക്കും. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് നെയിം കൊടുക്കുക, അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതിനുശേഷം നമ്മുടെ യൂസർ നെയിം അത് നമ്മുടെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ നമ്പർ കൊടുക്കുക, വെളിയിലാണെങ്കിൽ അവിടുത്തെ കോഡ് മാറ്റി അവിടുത്തെ നമ്പർ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അത് പാസ്വേഡ് ഒന്നുകൂടെ അടിച്ച് കൺഫേം ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മെയിലിലോട്ടൊരു OTP വരും. ആ OTP നമുക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു പ്ലേസും വരും. അവിടെ നമ്മൾ OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു പേജിൽ നമ്മൾ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇത് രജിസ്ട്രേഷനും ഡെപ്പോസിറ്റും എല്ലാം കംപ്ലീറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ്. ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ എന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇങ്ങനൊരു പേജ് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു 3 ലൈൻ കാണിക്കും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം നമുക്കിനകത്ത് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ ഡെപ്പോസിറ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ USDT എന്നുള്ളത് ഇവിടെ ആ കോളത്തിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കറൻസി സെലക്ട് ചെയ്യുക, USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്രയാണോ എമൗണ്ട് നമ്മളിപ്പം ഡെപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് മിനിമം എമൗണ്ട് 100 ആണ്. 100 കൂടുതൽ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 100 ആണെങ്കിൽ 100 ടൈപ്പ് ചെയ്യുക. 100 ടൈപ്പ് ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു BP20 ഒരു വാലറ്റ് അഡ്രസ്സ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് നമ്മളിവിടെ നിന്ന് കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കോപ്പി ആവും. ഈ കോപ്പി ചെയ്ത ഈ ഒരു വാലറ്റ് അഡ്രസ്സ് നമുക്ക് ബിനാൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാലറ്റിലോ ചെന്നിട്ട് നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളത് ഇപ്പോൾ ബിനാൻസിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ബിനാൻസിൽ പോയിട്ട് BP20 നെറ്റ്വർക്കിൽ നമ്മളത് സെൻഡ് ചെയ്യുക. അപ്പോൾ $100 ആണെങ്കിൽ 100 അടിച്ച് സെൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫീസും കാര്യങ്ങളൊന്നുമില്ല. BP20 ഫീസില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 100 ആണെങ്കിൽ 100 തന്നെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. ഓക്കെ, സെൻഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഹാഷ് നമുക്കിവിടെ കിട്ടും, ട്രാൻസാക്ഷൻ ID നമുക്കിവിടെ കിട്ടും. അത് കംപ്ലീറ്റ് ആയതിന് ശേഷം നമുക്കിവിടെ ട്രാൻസാക്ഷൻ ID കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ബട്ടണിൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നമ്മൾ വീണ്ടും വെബ്സൈറ്റിൽ വരിക. വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ അവിടെ ജസ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ കൺഫേം നൗ എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡെപ്പോസിറ്റിൽ സക്സസ് ആവുന്നതാണ്. ഒരു 5 മിനിറ്റ് ഉള്ളിൽ തന്നെ നമുക്കത് നമ്മുടെ ബാലൻസിലത് ഷോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഡെപ്പോസിറ്റ് ഇങ്ങനെയാണ് നമ്മളത് ID രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, Cresco.